വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നോൺ യൂറോപ്യൻ സിറ്റിസൺസ് നെതർലാൻഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെതർലാൻഡ്സ് ഗവൺമെന്റ്സ് പലതരത്തിലുള്ള വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വിസ ടൈപ്സ് നമുക്ക് നോക്കാം. ഈ വിസയില് MVV വിസ എന്നാണ് പറയുന്നത്. ഈ വിസ കാറ്റഗറി അണ്ടറിൽ വരുന്നവർക്ക് 90 ദിവസത്തിന് കൂടുതൽ നെതർലാൻഡ്സിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. നോൺ യൂറോപ്യൻ സിറ്റീസിന് നെതർലാൻഡ്സിലേക്ക് വരാനും അവിടുത്തെ റെസിഡൻസ് കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റെസിഡൻസ് പെർമിറ്റ് ആണ് ഈ MVV വിസ. ഇനി നമുക്ക് MVV വിസയുടെ അണ്ടറിലുള്ള പല വിസ കാറ്റഗറീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് വിസ. ഈ വിസ നോൺ യൂറോപ്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇനി നമുക്ക് ഈ വിസയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, ഒരു റെക്കഗ്നൈസ്ഡ് ഡച്ച് കമ്പനി നമുക്ക് ജോബ് ഓഫർ വേണം. പിന്നെ ഇവിടെ ഒരു പബ്ലിക് രജിസ്റ്റർ കാണും, അതിൽ സ്പോൺസേർഡ് ജോബ് പബ്ലിഷ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്പോൺസേർഡ് ജോബ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പും കിട്ടും. നമ്പർ 2, 2025 സാലറി ക്രൈറ്റീരിയ വെച്ചിട്ട് 30 വയസ്സിന് താഴെയാണെങ്കിൽ മിനിമം സാലറി 4175 യൂറോ പെർ മന്തും, അതുപോലെ തന്നെ 30 വയസ്സിന് മുകളിലാണെങ്കിൽ മിനിമം സാലറി 5688 യൂറോ പെർ മന്തുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവര് നെതർലാൻഡ്സിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മിനിമം സാലറി എക്സ്പെക്ടേഷൻ 2989 യൂറോ പെർ മന്ത് ആണ്. പിന്നെ ഈ വിസയെ നമുക്ക് ഇവിടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ഈ വിസയ്ക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ചെക്ക് ചെയ്യത്തില്ല, ഒരു ജോബ് മാത്രമാണ് വേണ്ടത്. നമ്പർ 2, EU ബ്ലൂ കാർഡ് വിസ. ഇനി നമുക്ക് EU ബ്ലൂ കാർഡ് വിസയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി വേണം, ഹൈലി സ്കിൽഡ് ലേബർ ആയിരിക്കണം, അതുപോലെ തന്നെ 12 മാസത്തെ ജോബ് കോൺട്രാക്ട് നെതർലാൻഡ്സിൽ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ വിസയുടെ മിനിമം സാലറി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാൻഡേർഡ് ജോബിന് മിനിമം 5688 യൂറോ പെർ മന്തും, അതുപോലെ തന്നെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ എന്ന് വെച്ചാൽ IT ഷോർട്ടേജ് ഓക്യുപ്പേഷൻ വരികയാണെങ്കിൽ 4551 യൂറോ പെർ മന്തുമാണ്. പിന്നെ എംപ്ലോയർ സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ജോബ് കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബ്ലൂ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 18 മാസത്തിന് ശേഷം നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ അകത്തുള്ള ഏതൊരു കൺട്രിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജർമ്മനി പോലെയുള്ള കൺട്രിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ 3, ഓറിയന്റേഷൻ ഇയർ വിസ. സ്റ്റുഡൻസിന് ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള വിസയാണിത്. അതുപോലെ തന്നെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അവർക്ക് നെതർലാൻഡ്സിൽ ജോബും അന്വേഷിക്കാം. ഇനി നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ഡച്ച് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ടോപ്പ് 200 ഗ്ലോബൽ യൂണിവേഴ്സിറ്റിന് ഗ്രാജുവേറ്റ് ആയിരിക്കണം, അതും ലാസ്റ്റ് 3 ഇയേഴ്സിലായിരിക്കണം. ഈ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഓഫറിന് ആവശ്യമില്ല. 1300 യൂറോ പെർ മന്ത് പ്രൂഫ് ഓഫ് ഫണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ വിസ 12 മാസത്തേക്ക് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. നമ്പർ 4, സ്റ്റാർട്ടപ്പ് വിസ. ഇനി നമുക്ക് നെതർലാൻഡ്സ് ബിസിനസ് വിസയുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ഡച്ച് ഫെസിലിറ്റേറ്ററിന്റെ സപ്പോർട്ട് നമുക്ക് വേണം. നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇന്നോവേഷൻ പ്ലാൻ നമുക്ക് വേണം. പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആയിട്ട് 14,000 to 15,000 യൂറോസ് പേഴ്സണൽ സേവിങ്സ് ആയിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഈ വിസ വാലിഡ് ഫോർ 1 ഇയർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എംപ്ലോയ്മെന്റ് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. നമ്പർ 5, സെൽഫ് എംപ്ലോയ്മെന്റ് വിസ. ഫ്രീലാൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൺസൾട്ടൻസിക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വിസ. ഈ വിസയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡച്ച് എക്കണോമിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു സോളിഡ് ബിസിനസ് പ്ലാൻ വേണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് വേണം. പിന്നെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലയൻസ് ഓൾറെഡി ഉണ്ടായിരിക്കണം. നെതർലാൻഡ്സിലെ സ്റ്റാർട്ടപ്പ് വിസ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്പർ 2, ബിസിനസ് പ്ലാൻ. നമ്പർ 3, എക്കണോമിക് വാല്യൂ ടു നെതർലാൻഡ്സ്. ഈ വിസയുടെ വാല്യുവേഷൻ നടത്തുന്ന ഒരു എന്റർപ്രൈസസ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡച്ച് പാർട്ട്ണർ കമ്പനിയുടെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. നമ്പർ 6, സ്റ്റുഡന്റ് വിസ. സ്റ്റുഡന്റ് വിസയ്ക്കുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു റെക്കഗ്നൈസ്ഡ് ഡച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഒഫീഷ്യൽ അഡ്മിഷൻ ലെറ്റർ വേണം. ട്യൂഷൻ ഫീസ് പേ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് കാണിക്കണം. 1300 യൂറോസ് പെർ മന്ത് ഫോർ ലിവിംഗ് കോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള പ്രൂഫ് കാണിക്കണം. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ വാലിഡ് പാസ്പോർട്ട് വേണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പൊ ആരെങ്കിലും നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ലെറ്ററും വേണം. നമ്പർ 7, ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ. ഈ വിസയ്ക്ക് വേണ്ടി സ്പൗസിനും കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം.
സ്പോൺസർ 2100 യൂറോ പെർ മന്ത് ഏൺ ചെയ്യണം. അതുപോലെ തന്നെ സ്പൗസിനെയും കിഡ്സിനെയും കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ഇനഫ് സ്പേസ് ഉണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് കാണിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.